നമസ്കാരം. ലൈവ് എക്സ് 6ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വിദേശ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിലെത്തിച്ച് 100 കോടിയോളം രൂപയുടെ ഹവാല ഇടപാട്. മുഖ്യപ്രതികളിൽ മലയാളികളും. ഇടപാടുകൾ തീവ്രവാദത്തിനും മതപരിവർത്തനത്തിനുമെന്ന് സംശയം. യുഎസ് ആസ്ഥാനമായ തിമോത്തി ഇനീഷ്യേറ്റീവ് ഇഡി നിരീക്ഷണത്തിൽ. മാസപ്പടി കേസിൽ വീണ ടി ഇപ്പോഴും ഇഡിക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിട്ടു. 10 വർഷത്തെ ബാങ്ക് സ്വത്ത് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. ഇഡി ഓഫീസ് പരിസരത്ത് കനത്ത സുരക്ഷ. സംസ്ഥാനത്ത് ഈ മാസം 30 വരെ വൈദ്യുതി നിയന്ത്രണം. വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമെന്ന് കെഎസ്ഇബി. PM ശ്രീ പദ്ധതിയിൽ കേരളം തുടരും. ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും പിന്മാറ്റം അസാധ്യമെന്ന് മുഖ്യമന്ത്രി. പഠിക്കാൻ മന്ത്രിതല ഉപസമിതി. കരിക്കുലത്തിൽ ഇടപെടരുതെന്ന് കേന്ദ്രത്തെ അറിയിക്കും. പദ്ധതിയിൽ ഒപ്പുവെച്ചത് SSK ഫണ്ട് കിട്ടാനെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടി. ആശങ്കയായി പകർച്ചവ്യാധി പടരുന്നു. നിപയ്ക്കും ഷിഗല്ലയ്ക്കും പിന്നാലെ ആശങ്ക കൂട്ടി ഡെങ്കിപ്പനിയും. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച ഒരാൾ മരിച്ചു. സംസ്ഥാനത്ത് 155 ഷിഗല്ല ബാധിതരെന്ന് ആരോഗ്യവകുപ്പ്. പ്രതിരോധം ശക്തമാക്കാൻ ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഊഴം. ലോകകപ്പിൽ പോർച്ചുഗലിന്റെ ആദ്യ മത്സരം 10:30. എതിരാളികൾ കോങ്കോ. മെസ്സി മാജിക്കിൽ അൾജീരിയയെ തകർത്ത് അർജന്റീന. 200ാം മത്സരത്തിൽ ആദ്യ ലോകകപ്പ് ഹാട്രിക്. ഗോൾവേട്ടക്കാരിൽ മെസ്സി ഒന്നാമത്. വാർത്തകൾ വിശദമായി നോക്കാം. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. രാവിലെ 10:30-നാണ് കൊച്ചി ഇഡി ഓഫീസിൽ വീണ എത്തിയത്. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-ക്കൊപ്പമാണ് വീണ എത്തിയത്. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയുകയാണ്. ഇഡി ഓഫീസ് പരിസരത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? 10 വർഷത്തെ ബാങ്ക് സ്വത്ത് വിവരങ്ങൾ തേടിയാണ് ഇഡി ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാസപ്പടി കേസിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇപ്പോൾ ചോദ്യം ചെയ്യൽ വീണ്ടും ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവർ പുറത്തേക്ക് വരുമെന്ന് സൂചനകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ 10:30 ഇവിടെ ഹാജരായത്. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തി. അല്പസമയത്തിനകം അത് ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നൊരു സൂചനകളുണ്ട്. അല്പസമയത്തിനകം അവർ പുറത്തേക്ക് ഇഡി ഓഫീസിന് പുറത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് നടന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി CMRന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ ചോദ്യം ചെയ്യൽ അവരുടെ പൂർത്തിയായിരുന്നു. പ്രത്യേകിച്ച് CMRന്റെ ജോയിന്റ് MD ശരണസ് കർത്ത, ഡയറക്ടർമാരായ ജയ കർത്ത, ഷിബി എസ് കർത്ത തുടങ്ങിയവർ ഇവിടെ എത്തിയിരുന്നു. ഉയർന്ന ഫിനാൻസ് വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വന്നിരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വീണയെ ചോദ്യം ചെയ്യാനായിട്ട് എത്തിയിരുന്നത്. നോട്ടീസ് അയച്ചിരുന്നത് 2ാമത്തെ നോട്ടീസാണ് വീണയ്ക്ക് അയച്ചിരുന്നത്. പ്രധാനമായും തന്നെയും വീണയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ 2.78 കോടി രൂപ, അതിന്റെ ഉറവിടം അതെന്താണ്, ഏത് രീതിയിലുള്ള സേവനങ്ങളാണ് കമ്പനി നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. ഇഡിയുടെ നിഗമനവും ഇഡിയുടെ അന്വേഷണവും എത്തി നിൽക്കുന്നു. ഇത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് PMLA ആക്ട് പ്രകാരമുള്ള കേസുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികൾ കേസിന് മുന്നോട്ട് പോക്കിൽ ആ രീതിയിൽ വീണയ്ക്ക് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളായിരിക്കും നേരിടേണ്ടി വരിക. എന്തായാലും ഈ കാര്യങ്ങളിലൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഈ തുക കൃത്യമായി ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും വേണം. ഒപ്പം CMRന്റെ തന്നെ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായി വീണയ്ക്ക് ഒരു വായ്പ പോലെ നൽകുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ തുക തിരിച്ചടച്ചിട്ടില്ലെങ്കിലും ഈ തുക വീണ്ടും നൽകാൻ ഇടയായ സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സങ്കീർണതകൾ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം സങ്കീർണതകൾ നിറഞ്ഞ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഏത് രീതിയിൽ മറുപടി നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും വൈകാതെ വീണ പുറത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായി എന്നുള്ള ഒരു സൂചനകളാണ് നിലനിൽക്കുന്നത്. ശരി, വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഡാനിപ്പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വൈകിട്ട് 6 മുതൽ രാത്രി 12 മണി വരെ വൈദ്യുതി നിയന്ത്രണം. ജൂൺ 30 വരെ നിയന്ത്രണം തുടരുമെന്ന് KEB അറിയിച്ചു. വൈദ്യുതി ലഭ്യതയിൽ വൻ കുറവുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. മഴക്കുറവ് ഉൽപാദനത്തെ ബാധിച്ചതായും KEB അറിയിച്ചു. എൽനിനോ പ്രതിഭാസം തുടർന്നതിനെ തുടർന്ന് രാജ്യത്താകമാനം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായി. ആഭ്യന്തര ഉൽപാദനം അതിന്റെ പൂർണ്ണതോതിൽ ലഭിക്കുന്നുണ്ടെങ്കിലും പ്രതിദിനം 9,000 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകുന്നതായി KEB അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ ആശയപരമായ എതിർപ്പുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം ഇടപെടരുത്. PM ശ്രീ സ്കൂളുകളുടെ കാര്യത്തിലും കേന്ദ്രത്തെ ഇടപെടാൻ അനുവദിക്കില്ല. ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കാൻ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഇപ്പോൾ PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ പങ്കാളിയാണ്. വിദ്യാഭ്യാസ അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഉപസമിതി റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭ പോലും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഒപ്പിട്ട പദ്ധതിയായിരുന്നു PMC. പിന്നീട് വലിയ രാഷ്ട്രീയവാദമാവുകയും CPI പദ്ധതിയിൽ പിന്മാറണമെന്ന സർക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ, പദ്ധതിയുടെ തുടർകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ ഉപസമിതിയെ അന്ന് ചുമതലപ്പെടുത്തിയത്. പക്ഷേ ആ ഉപസമിതി യോഗം ചേരുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയോ ചെയ്തില്ല. ഈ സർക്കാരിനും PMC ഒരു തലവേദനയും മാറി. ആ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം ഇന്ന് വിഷയം ചർച്ച ചെയ്തത്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന നിലപാടാണ് മന്ത്രിസഭായോഗം സ്വീകരിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയത് അതുതന്നെയാണ്. സംസ്ഥാന താൽപര്യങ്ങൾ ബലികഴിക്കാതെ സംസ്ഥാനത്തിന്റെ ഈ PMC സ്കൂളുകൾ തീരുമാനിക്കുന്ന കാര്യത്തിലും കരിക്കുലം തീരുമാനിക്കുന്നതിൽ സ്വതന്ത്ര അധികാരവും ഈ രണ്ട് കാര്യങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ ഉപസമിതിയെ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉപസമിതിയെ തീരുമാനിക്കുകയാണ് മന്ത്രിസഭായോഗം ചെയ്തത്. കഴിഞ്ഞ സർക്കാർ എല്ലാം ചെയ്തതുകൊണ്ട് തന്നെ ഇനി പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം കഴിയില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി VD സതീശനും സ്വീകരിച്ചത്. PMC പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റ് PMC പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PMC പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവുമില്ല. താൽക്കാലിക സംവിധാനം മാത്രമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ചത്. അത് SSA ഫണ്ട് ലഭിക്കാനുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണ് അന്ന് സ്വീകരിച്ച നിലപാടാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടേത്. PMC അന്നത്തെ ഒരു സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ PMCയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇടത് സർക്കാർ ആദ്യം മുതൽ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരാണ്. NEP കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. NEP നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രമന്ത്രിയോട് നേരിട്ടും പറഞ്ഞത് കേരളം മാത്രമാണ്.
കേന്ദ്ര ഗവൺമെൻറ് പാഠപുസ്തകങ്ങളിൽ അവർക്കിഷ്ടം പോലെ ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് ഉള്ള പാഠപുസ്തകം ഇറക്കിയപ്പോൾ അതിന് ബദലായിട്ടൊരു പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനം കേരളം മാത്രമാണ്. ഞാനത് ദീർഘിപ്പിച്ച് പറഞ്ഞിരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനൊരു നയമുണ്ട്. പക്ഷേ SSK വണ്ടിനത്തിൽ കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ നമുക്ക് എന്തിന് നഷ്ടപ്പെട്ടു? അത് നഷ്ടപ്പെടേണ്ടെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് താൽക്കാലികമായിട്ടൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒപ്പിട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒപ്പിട്ട് അതിനു വേണ്ടിയാണ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. PMCയിൽ രാഷ്ട്രീയമായ വലിയ എതിർപ്പ് UDF-നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത്. അപ്പോഴും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ രാഷ്ട്രീയമായ വലിയ എതിർപ്പ് മുന്നണിയിൽ രൂപപ്പെടുകയാണ്. പക്ഷേ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. ഏതായാലും UDF-നുള്ളിലും ഇതൊരു വിവാദമായി വളർന്നു വരാനാണ് സാധ്യത. PM ശ്രീയിൽ VD സതീശന് പിന്തുണയുമായി രമേശ് ചെന്നിത്തല. കഴിഞ്ഞ സർക്കാർ പദ്ധതി ഒപ്പിട്ട് പണം വാങ്ങിയതിനു ശേഷമാണ് ഉപസമിതിക്ക് പോലും വിട്ടത്. ഇത്രയൊക്കെ ചെയ്തവർ തങ്ങളെ കുറ്റപ്പെടുത്തേണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. PM ശ്രീ പദ്ധതി കരാറിൽ നിന്ന് പിന്മാറുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. പദ്ധതി നടപ്പാക്കാനായി കേന്ദ്ര സമ്മർദ്ദമുണ്ട്. 265 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകുന്നതിൽ ഉപസമിതി തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീയിൽ VD സതീശൻ പറഞ്ഞത് വലിയ കളവെന്ന് MV ഗോവിന്ദൻ. കഴിഞ്ഞ സർക്കാർ അത് മരവിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ല. പൂർണ്ണമായും BJPക്ക് കീഴടങ്ങിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പരിശോധനയ്ക്ക് സർക്കാർ. പദ്ധതിയിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. ഗുണഭോക്തൃ പട്ടികയിൽ പരാതിയുണ്ട്. 10 കൊല്ലം LDF അധികാരത്തിലിരുന്നിട്ട് അവസാനമാണോ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഓർമ്മ വന്നതെന്നും VD സതീശൻ ചോദിച്ചു. വിവാദ പ്ലീഡർ നിയമനത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പലരും തന്ന ശുപാർശ അനുസരിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തിരുത്തിയെന്നും VD സതീശൻ. മലയിടം തുരുത്ത് വിഷയം ഭംഗിയായി പരിഹരിച്ചുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലയിടം തുരുത്ത് പ്രശ്നപരിഹാരം അഭിമാനകരം. ഭൂവുടമകളുമായി കരാറുണ്ടാക്കി. സർക്കാർ വന്ന 1 മാസത്തിനുള്ളിൽ രമ്യമായ പരിഹാരം കാണാനായെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം മാത്രമല്ല BJP ജമാഅത്തെ ഡീലെന്നും MV ജയരാജൻ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും പ്രസ് സെക്രട്ടറിയും നിയമിക്കപ്പെട്ടത് BJP ഡീലിന്റെ ഭാഗമായാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി U ഷൈജുവിനെ നിയമിച്ചത് ജമാഅത്തെ ഇസ്ലാമി ഡീലിന്റെ ഭാഗമായാണെന്നും ജയരാജൻ ആരോപിച്ചു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും.
കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗിനടുത്തുള്ള ഇസഡ് മോർ തുരങ്കം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം, ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് തുടങ്ങി എണ്ണമറ്റ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാശ്മീരിന്റെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളിലൂടെയും അതിവേഗം കുതിച്ചുപായുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾ കേവലം കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല സൃഷ്ടിച്ചത്, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരിക കൂടിയാണ് ചെയ്തത്. ഈ കണക്ടിവിറ്റി കുതിച്ചുചാട്ടം കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ അഭൂതപൂർവമായ വളർച്ചയിലേക്ക് നയിക്കുകയും തദ്ദേശീയരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിദേശ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിലെത്തിച്ച് നടത്തിയ 100 കോടിയോളം രൂപയുടെ ഹവാല ഇടപാട് ഇഡി കണ്ടെത്തി. മുഖ്യപ്രതികളിൽ മലയാളികളും ഉൾപ്പെടുന്നു. CNN ന്യൂസ് 18 ആണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത പുറത്തുവിട്ടത്. ജോനാഥൻ എസ് രാജൻ, അജിത് വർഗീസ് മത്തായി എന്നിവരാണ് തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മലയാളികൾ. സാമ്പത്തിക തട്ടിപ്പിലെ മുഖ്യനെന്ന് കരുതുന്ന അജിത് വർഗീസ് മത്തായിൽ നിന്നും 37 ലക്ഷം രൂപയും വിദേശ ക്രെഡിറ്റ് കാർഡുകളും പിടിച്ചെടുത്തു. ഹൈടെക് തട്ടിപ്പ് സംബന്ധിച്ച ഈ വാർത്ത പുറത്തുവിട്ടത് CNN ന്യൂസ് 18 ആണ്. ED ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ വാർത്തയിൽ പറയുന്ന പ്രധാനപ്പെട്ട തട്ടിപ്പ് രീതി ഇങ്ങനെയാണ്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനം, ഈ ധനകാര്യ സ്ഥാപനം വഴി ദി തിമോത്തി ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനം വഴി ഇന്ത്യയിലുള്ള ആളുകളുടെ വ്യാജ വിലാസം നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഡെബിറ്റ് കാർഡുകൾ സംഘടിപ്പിച്ചു. വ്യാജമായി അത്തരം ഡെബിറ്റ് കാർഡുകൾ സംഘടിപ്പിച്ച് ഈ ഡെബിറ്റ് കാർഡുകൾ 1000-ഓളം ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ എത്തിച്ച് ഇന്ത്യയിൽ ഈ വിദേശ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയുന്ന ATMകളിൽ നിന്ന് ഈ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം പിൻവലിക്കുകയായിരുന്നു. അങ്ങനെ 100 കോടിയോളം രൂപ പിൻവലിച്ചു എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ പ്രധാനപ്പെട്ട 5 പ്രതികളാണുള്ളത്. അതിൽ 3 പേരാണ് മുഖ്യപ്രതികളായി കാണുന്നത്. ഇതിൽ 2 പേർ മലയാളികളാണ് എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. അജിത് വർഗീസ് മത്തായി, ജോനാഥൻ എസ് രാജൻ എന്നിവരാണ് പ്രധാനപ്പെട്ട പ്രതികളിൽ മലയാളികളായിട്ടുള്ളത്. മൈക്ക് മാർക്ക് എന്നൊരാൾ വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ പരിശോധിച്ചപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരേ വിലാസത്തിലുള്ള 22 ക്രെഡിറ്റ് കാർഡുകൾ, ഒരു ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമായി. അത് വിദേശ ബാങ്കായ ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ഡെബിറ്റ് കാർഡുകളായിരുന്നു. ഈ ഡെബിറ്റ് കാർഡുകൾ പിൻപറ്റിയുള്ള പരിശോധനയിലാണ് ഇത്തരം ഒരു മാഫിയ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരം ലഭ്യമായത്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ വ്യാജമായി ഡെബിറ്റ് കാർഡുകൾ ഉണ്ടാക്കി ആ ഡെബിറ്റ് കാർഡുകൾ കൊണ്ടുവന്ന ATM മെഷീനുകൾ വഴി പണം പിൻവലിച്ചതായി കണ്ടെത്തിയത്. ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 100 കോടി രൂപയോളമാണ് ഇങ്ങനെ വിവിധ ATMകൾ വഴി പിൻവലിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പണം പിൻവലിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമായും ഈ തട്ടിപ്പ് ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണ് എന്നത് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏതെങ്കിലും ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള KYC പൂർണ്ണമായും ആ രേഖകൾ, നമ്മുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്ന രേഖകൾ ബാങ്കിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തുക എവിടെ വെച്ച് എപ്പോൾ ആർക്ക് കൈമാറി എന്നതെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഈ KYC രേഖകളിലൊന്നും ഇല്ലാത്ത ചില ഇടപാടുകളാണ് നൽകുന്നത്. വിദേശ ഡെബിറ്റ് കാർഡുകളായതുകൊണ്ട് അതിന് KYC ഇല്ല. ഈ ഡെബിറ്റ് കാർഡുകളുടെ പിന്നിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരാളുടെ പേരിൽ തന്നെ 22 കാർഡുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ കാർഡുകൾ വഴി വിദേശത്തു നിന്നുള്ള പണം അനധികൃത മാർഗത്തിലൂടെ അതിന് ടാക്സ് അടയ്ക്കാതെയും അല്ലെങ്കിൽ സർക്കാരുകൾ അറിയാതെയും ഇന്ത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമായും മറ്റ് മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ 100 കോടി രൂപ ഇന്ത്യയിൽ എത്തിച്ചത്? ഇതിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണോ അതോ ദേശവിരുദ്ധ പ്രവർത്തനത്തിനോ തീവ്രവാദ പ്രവർത്തനത്തിനോ അടക്കം ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇനി മയക്കുമരുന്നുമായി മാഫിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? അങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അത്തരം ബന്ധങ്ങൾ ഉണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായ പരിശോധനയാണ് ED ഇപ്പോൾ ഇത് സംബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ബസ് അപകടത്തിൽ വസ്ത്രം നഷ്ടമായ സ്ത്രീക്ക് സ്വന്തം മുണ്ടഴിച്ചു നൽകിയ ചായ വിൽപ്പനക്കാരന് വലിയ അഭിനന്ദനമാണ് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. തൃപ്പൂണിത്തുറ ചായ വിൽപ്പന നടത്തുന്ന MR ഷാജി എന്ന യുവാവാണ് സ്വന്തം വസ്ത്രം നഗ്നയായ സ്ത്രീക്ക് നൽകിയത്. ആകസ്മികമായ ഒരു അപകടം സംഭവിച്ചാൽ നമ്മളെല്ലാവരും അത് നോക്കി നിൽക്കുകയോ
അല്ലെങ്കിൽ സ്തബ്ധരായി നിൽക്കുകയോ ഒക്കെയാണ് ചെയ്യാറ്. ചിലരാകട്ടെ മൊബൈലിൽ ഒരു പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചേക്കാം. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു അപകടത്തിൽപ്പെട്ട യുവതിയുടെ വസ്ത്രങ്ങളാകെ കീറിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ ഒരു മഹാനായ മനുഷ്യന് കഴിഞ്ഞു, അങ്ങനെ വേണം പറയാൻ. തൻ്റെ ഉടുമുണ്ട് അഴിച്ചു നൽകി യുവതിയുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം അതിന് മേലെ ചുറ്റിയാണ് ഷാജി എന്ന് പറയുന്ന തൃപ്പൂണിത്തുറക്കാരൻ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്, വാർത്തകളിൽ നിറയുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ട മരട്ടിപ്പറമ്പിൽ ഷാജി. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ചേട്ടന് ഈ ജോലിയുടെ ഇടയിലാണ് ഇത് കണ്ടതല്ലേ? ഞാൻ ഒരു 11:30-12 മണിയോടുകൂടി സ്റ്റാച്ചു ഭാഗത്തെത്തും. അപ്പോൾ എനിക്ക് വീടിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ധനുഷ് ബാങ്കിൻ്റെ അവിടം വരെ ഉണ്ട് ചായ കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു 12 മണി ആ സമയത്ത് അപ്പോൾ ഈ ബസ് എറണാകുളം ഭാഗത്തോട്ട് തിരിയുന്നു, ഇരുചക്രവാഹനവും എറണാകുളം ഭാഗത്തോട്ട് തന്നെ തിരിയുന്ന ഇതായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് കൂടുന്നത്. എല്ലാവരും കുറേ ആൾക്കാർ എല്ലാവരും ഓടിക്കൂടി ആ കൂട്ടത്തിൽ ചെന്നു. ശബ്ദം ഉയർത്തിയതിൻ്റെ ബസ് നിർത്തിയപ്പോൾ ഇരുചക്രവാഹനത്തിൽ നിന്നും യുവതി താഴെ വീണു. ഇരുചക്രവാഹനം എതിർദിശ ഇപ്പുറത്തോട്ട് മാറി വീഴുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇടത് ഭാഗത്ത് വീടിൻ്റെ അടിയിൽപ്പെട്ട് കിടക്കുകയായിരുന്നു സ്ത്രീ. അങ്ങനെ ഡ്രൈവറോട് പറഞ്ഞ് വാഹനം ബസ് പിന്നോട്ട് അടുപ്പിച്ച് എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഉയർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ കൂടി എല്ലാവരും കൂടി വന്നു നിർത്തിയപ്പോഴത്തേക്കുമാണ് ഈ വസ്ത്രമെല്ലാം റോഡിലൂടെ വരഞ്ഞ് കീറിയത് കാണുന്നത്. അതിനെ തുടർന്നാണ് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഈ കീറി തുണിയെല്ലാം ആണല്ലോ എന്നോർത്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകേണ്ടതല്ലേ. അതുകൊണ്ട് അപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഈ വേഷത്തിൽ നമ്മൾ ദീർഘദൂരം സഞ്ചരിക്കേണ്ടതല്ല. അപ്പോൾ അങ്ങനെയാണ് മുണ്ട് അഴിച്ച് ഉടുപ്പിച്ച്. ലോകകപ്പ് ആവേശം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി കിരീടമുയർത്തുക എന്ന സ്വപ്നവുമായി പോർച്ചുഗൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. കരുത്തുറ്റ മധ്യനിരയാണ് പോർച്ചുഗീസിന്റെ സംഘത്തിന്റെ കരുത്ത്. കാറപകടത്തിൽ മരിച്ച ടീമംഗം ഡീഗോ ജോട്ടയ്ക്ക് കിരീട നേട്ടം കൊണ്ട് ആദരാഞ്ജലി അർപ്പിക്കാനും പറങ്കിപ്പട ആഗ്രഹിക്കുന്നു. 52 വർഷത്തിനു ശേഷം ലോകകപ്പ് കളിക്കുന്ന കോങ്കോയാണ് എതിരാളികൾ. രാത്രി 10:30 കിക്ക് ഓഫ്. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഊഴമാണ്. കിരീടമില്ലാത്ത രാജാവിന് ലോകവേദിയിൽ അവസാന അവസരം. സമകാലികൻ മെസ്സിയും രാജകുമാരൻ എംബപ്പയും ഗോൾ വർഷം നടത്തുമ്പോൾ എങ്ങനെ ആ ബൂട്ടുകൾക്ക് നിശബ്ദമായിരിക്കാൻ കഴിയും? നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോഴും ഗോൾ വേട്ട തുടർന്നപ്പോഴും CR7 ലോക കിരീടം മാത്രം എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും ദൂരെയായിരുന്നു. ജർമ്മനിയിലോ അർജന്റീനയിലോ ഫ്രാൻസിലോ ആയിരുന്നു ഈ ക്രിസ്ത്യാനോ ജനിച്ചത് എങ്കിലെന്ന് അയാളുടെ ആരാധകരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകും. 1966 യൂസേബിയോയുടെ മികവിൽ 3ാം സ്ഥാനം നേടിയതാണ് ലോകകപ്പ് ചരിത്രത്തിൽ പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച പ്രകടനം. കളിച്ച 5 ലോകകപ്പുകളിലും ഗോൾ. ഇക്കുറി 6ാം വട്ടമാണ്. ഇത്തവണയും സ്കോർ ചെയ്താൽ തകർക്കാൻ പറ്റാത്തൊരു റെക്കോർഡിലേക്കാകും ഈ മനുഷ്യൻ പന്ത് തട്ടിക്കയറുക. സൗദി ക്ലബായ അൽ നസറിന് വേണ്ടി ഈ സീസണിൽ 37 മത്സരങ്ങളിൽ നിന്ന് 30 ഗോളുകൾ നേടി മികച്ച ഫോമിലാണ്. വിറ്റീന്യ, ജാവോ നെവസ്, മെൻഡിസ്, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിങ്ങനെ യൂറോപ്യൻ ഫുട്ബോളിലെ തലപ്പൊക്കമുള്ള ഒരു പിടി താരങ്ങളുണ്ട് ക്രിസ്ത്യാനോയ്ക്ക് കൂട്ടായി. ഇത്തവണ അല്ലെങ്കിൽ പിന്നെ എന്ന് എന്ന ചോദ്യമാണ് പോർച്ചുഗൽ ആരാധകർക്ക്. ഈ സംഘം കളം പിടിച്ചാൽ അത് റോഡപകടത്തിൽ മരിച്ച ടീമംഗം ഡീഗോ ജോട്ടയ്ക്കുള്ള ആദരമാകും. 52 വർഷത്തിനു ശേഷം ലോകകപ്പിനെത്തുന്ന കോങ്കോ ആണ് എതിർമുഖത്ത്. കാര്യമായൊന്നും അവകാശപ്പെടാനില്ലാത്ത സംഘം. കേപ്പ് വേർഡ് പ്രകടമാക്കിയ ധൈര്യം പറങ്കിപ്പടയ്ക്ക് മുന്നിൽ കോങ്കോ കാണിച്ചാൽ മാത്രം പോർച്ചുഗീസുകാർ ഭയക്കണം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. മെസ്സി മാജിക്കിൽ ലോകകപ്പിന് തകർപ്പൻ തുടക്കമിട്ട് അർജന്റീന. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അൾജീരിയയെ അർജന്റീന തകർത്തത്. ലോകകപ്പ് കരിയറിൽ ആദ്യ ഹാട്രിക് നേടിയ മെസ്സി ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ ഒന്നാമനായി. മിറോസ്ലോവ് ക്ലോസിക്കൊപ്പം 16 ഗോളുകളാണ് മെസ്സിക്ക് സ്വന്തമായുള്ളത്. 17ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടിയ മെസ്സി 60ാം മിനിറ്റിലും 76ാം മിനിറ്റിലും ആവർത്തിച്ചു. 5ാം മിനിറ്റിൽ തന്നെ മെസ്സി പന്ത് വലയിലെത്തിച്ചെങ്കിലും ഓഫ്സൈഡായി. 9ാം മിനിറ്റിൽ അൾജീരിയ നേടിയ ഗോളും വാർ ചെക്കിംഗിൽ ഓഫ്സൈഡായി മാറി.
രാജ്യാന്തര മത്സരങ്ങളിൽ ഇരട്ട സെഞ്ചുറി പൂർത്തിയാക്കിയ പോരാട്ടം അവിസ്മരണീയമാക്കി മാറ്റി ലയണൽ മെസ്സി. ലോകവേദിയിൽ ഹാട്രിക് ഇല്ലെന്ന പോരായ്മയും ഇന്ന് മെസ്സി മായ്ച്ചു കളഞ്ഞു. അൾജീരിയയുടെ ആരാധകർ പോലും മെസ്സി മാജിക്കിനെ ആഘോഷമാക്കുന്നതാണ് ലോകം കണ്ടത്. ഖത്തറിൽ വിശ്വകിരീടം അമർത്തിച്ചുംബിച്ചവന് ഇനിയെന്ത് എന്ന് ചോദിച്ചവർക്ക് കൻസാസിലെ തുകൽപന്ത് മറുപടി പറഞ്ഞു തുടങ്ങിയത് 17-ാം മിനിറ്റിലാണ്. 9 നാൾ കഴിഞ്ഞാൽ 39 തികയുന്നവന്റെ പാദങ്ങൾക്ക് പ്രായം 17 എന്ന് തോന്നിപ്പിച്ച മധുര 17-ാം മിനിറ്റ്. പഴുതു കണ്ടാൽ അവനത് അത്രമേൽ നിസ്സാരമെന്ന് കാണിച്ചു തന്ന 60-ാം മിനിറ്റ്. ലക്ഷ്യം തെറ്റാത്തവന് നിറയൊഴിക്കാനൊരു നൂലിഴ കിട്ടിയാൽ മതിയെന്ന് തെളിയിച്ച 76-ാം മിനിറ്റ്. ഇനിയൊരു തൂവലിന് ഇടമില്ലാത്ത കിരീടത്തിലേക്ക് കൊതിയോടെ പാറിയെത്തിയ മറ്റൊന്നുകൂടി, ലോകകപ്പിൽ ഹാട്രിക്. അതും ഇനി മെസ്സിക്ക് അന്യമല്ല. ഇനിയൊന്നും നേടാനില്ലെന്ന ആലസ്യത്തിൽ നിന്ന് ആരാധകരുടെ സിരകളെ ത്രസിപ്പിച്ച് വീണ്ടും തുടങ്ങാൻ അവരുടെ മഷിഹ അല്ലാതെ മറ്റാര്? ആകാശനീലക്കാർ വാമോസ് പാടി ആർത്തു വിളിച്ചപ്പോൾ മിശിഹായ്ക്ക് സ്തുതി പറഞ്ഞു അൾജീരിയൻ ആരാധകർ. This is the goal from the old soccer or football, how we say. We lose, we win, but at the end we are union. That's the most important. See, after the game, we're good, we're hugging each other, we are exchanging. That's the purpose of the soccer, and we are happy for that. We share, we hug each other. It's experience. We will never forget it. It's hard for me, but since it's coming from like a diva like him, okay, I accept it with big heart. At the end, is Messi at his last career. കോച്ച് ലയണൽ സ്കലോണി പറഞ്ഞതാണ് ശരി. ആ ടീമിന് അയാൾ ദൈവമാണ്. ചിലപ്പോൾ അയലത്തെ കുട്ടിയും. അർജന്റീന ക്യാമ്പിൽ മെസ്സി പടർത്തുന്ന ഒരു പ്രഭാവലയമുണ്ട്. ആ തേജസ് ഉള്ളിടത്തോളം അർജന്റീന മുന്നേറിക്കൊണ്ടേയിരിക്കും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പിൽ ഗ്ലാമർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഏറ്റുമുട്ടും. രാത്രി 1:30-ക്ക് ആർലിംഗ്ടണിലാണ് മത്സരം. പരസ്പരം ഏറ്റുമുട്ടിയ 9 മത്സരങ്ങളിൽ 5 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ 3 ക്രൊയേഷ്യ വിജയിച്ചത്. പുലർച്ചെ 4:30-ക്ക് നടക്കുന്ന മത്സരത്തിൽ ഘാനയും പാനമയും ഏറ്റുമുട്ടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ ആദ്യ മത്സരത്തിനിറങ്ങുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനാണ് എതിരാളി. രാവിലെ 7:30-നാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ. വെള്ളി ഗ്രാമിന് 265 രൂപ, കിലോ 2,65,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.